ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ഹെൽത്തി കിച്ചൺ സീരീസ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു കിണ്ണത്തപ്പം റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പച്ചരി ഉപയോഗിച്ചിട്ടാണ് കിണ്ണത്തപ്പം തയ്യാറാക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പച്ചരി കുതിർത്ത് പൊടിക്കുന്ന താമസമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം. വളരെയധികം ടേസ്റ്റിയുമാണ്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലും മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റിയാണ്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന മെഷർമെൻറ്റ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ഈ ജെല്ലി പോലെ ഇരിക്കുന്ന കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റൂ. 1 കപ്പ് ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കരയെ ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഷറിംഗ് കപ്പിൽ കൃത്യമായിട്ട് അളന്നാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ വലിയ ജാറിലോട്ട് 1.25 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഗോതമ്പ് പൊടി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ചു കൊടുക്കുവാണ്. ഒരുപാട് ചൂട് പാടില്ല, നേരിയ ചൂടുള്ളതുകൊണ്ടും പ്രശ്നമില്ല. റൂം ടെമ്പറേച്ചറിലുള്ള 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ല പോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലത്തെ കട്ടകളെല്ലാം മാറി ഏകദേശം ഒരു ഒഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസി, ലൂസ് ബാറ്ററായിട്ടായിരിക്കും ഇരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, കിണ്ണത്തപ്പത്തിന് ജെല്ലി പോലെ ഗുളകുളാന്നിരിക്കുന്ന ഒരു ടെക്സ്ചറാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാറ്റർ 3 പ്രാവശ്യമെങ്കിലും ചെറിയ ഊട്ടയുള്ള അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ചായക്കൊക്കെ അരിക്കാനെടുക്കുന്ന അതേ അരിപ്പയിൽ കൂടെ 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ അരിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ കുറച്ച് തരികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എത്ര നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താലും ചെറിയ ചെറിയ തരികളൊക്കെ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ തരികൾ പെടുവാണെങ്കിൽ നമുക്ക് ആ ജെല്ലി പോലത്തെ ഒരു ടെക്സ്ചർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിന് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കാനായിട്ട് ഞാൻ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു തട്ട് ഇറക്കി വെച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ബാറ്റർ കിട്ടുക. ഇങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് ആ ജെല്ലി പോലത്തെ ഒരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. ആദ്യത്തെ കിണ്ണത്തപ്പം 8.5 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഈ ടിന്നിൻ്റെ അകംഭാഗം നന്നായിട്ട് വെളിച്ചെണ്ണയും കൊണ്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കിണ്ണത്തപ്പം റെഡിയായി കഴിയുമ്പം മുറിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു കേക്ക് ടിന്നിലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, പരന്നിട്ടുള്ള ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കിണ്ണത്തപ്പം വേവിച്ചെടുക്കാൻ പറ്റും. ഇഡ്ഡലിച്ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം നിറച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് തിളയ്ക്കാനാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചതിന് ശേഷം ഒരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഈ കേക്ക് ടിൻ ഞാൻ ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഇനി നമുക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പം ഒരുപാട് കട്ടിയിൽ ഒഴിക്കരുത് കേട്ടോ. ഒത്തിരി കട്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു ജെല്ലി ടെക്സ്ചർ വേവിക്കുമ്പോൾ കിട്ടില്ല. അതുപോലെ തന്നെ കിണ്ണത്തപ്പത്തിന് ഇങ്ങനെ പൊന്താനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എത്രയാണോ ഒഴിക്കുന്നത് അത്രയും തന്നെ ഒരു ഹൈറ്റിലാണ് നമുക്ക് വേവിച്ച് കിട്ടുക. ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ മുകളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മൂടിയെ വെച്ച് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. 1/2 മണിക്കൂർ സമയമാണ് മീഡിയം ഫ്ലെയിമിൽ എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് എടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് കഴിയുമ്പം അത് റെഡി ആയോ എന്ന് വന്ന് നോക്കണം. റെഡി ആയിട്ടില്ലെങ്കിൽ 5-10 മിനിറ്റും കൂടി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. എനിക്കിപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കൈയും കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് ഭാഗം കൈ കൊണ്ട് ഒന്ന് തൊട്ട് നോക്കുമ്പം അത് അത്യാവശ്യം സെറ്റായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും.
ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുക്കണം കേട്ടോ. തണുത്താൽ മാത്രമാണ് നമുക്ക് നല്ല നീറ്റായിട്ട് ഒന്നും ഒട്ടാണ്ടും പൊട്ടാണ്ടൊക്കെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇത് മുറിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ കിണ്ണത്തപ്പം കിട്ടിയിട്ടുള്ളതെന്ന്. ഈ പാത്രത്തിൽ നമ്മൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ വിടിയിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ചൂട് ആറിയിട്ടുണ്ടാവണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിക്കാൻ പാടൂ. അപ്പോൾ കണ്ടില്ലേ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് റെഡി ആയിട്ടുള്ളതെന്ന്. ശരിക്കും ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കട്ടി കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിലവർ ഭയങ്കര കട്ടിയിലൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കട്ടിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ടെക്സ്ചറും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കുമ്പം ഇത് ഗോതമ്പിൻ്റെ ആണെന്ന് പോലും മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസും റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുവരെ ക്ലിക്ക് ചെയ്യാത്തവരാണെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീൻ്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Bye.